തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ റാഗിംഗ് നടന്ന സ്ഥിരീകരിച്ച് ആന്റി റാഗിംഗ് കമ്മിറ്റി. ബയോടെക്നോളജി 1ാം വർഷ വിദ്യാർത്ഥി ബിൻസ് ജോസ് ആണ് പ്രിൻസിപ്പലിനും കഴക്കൂട്ടം പോലീസിനും പരാതി നൽകിയത്. 3ാം വർഷ ബിരുദ വിദ്യാർത്ഥികളെ 7ഓളം പേർക്കെതിരെയാണ് പരാതി. CCTV ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും പരിശോധിച്ചാണ് 11ാം തീയതി നടന്ന റാഗിംഗ്. ഇപ്പോൾ ആന്റി റാഗിംഗ് കമ്മിറ്റി സ്ഥിരീകരിക്കുന്നു. ആദ്യം പ്രതികരണത്തിലേക്ക്. ഞാനും എൻ്റെ കൂട്ടുകാരൻ അഭിഷേകും കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ സീനിയർ പയ്യന്മാർ നമ്മളെ തടഞ്ഞു നിർത്തി അടിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു വേലു എന്ന് പറഞ്ഞ ഒരാൾ എന്നെ യൂണിറ്റ് റൂമിൽ കൊണ്ട് നിർത്തിയിട്ട് എന്നെ മുട്ടുകുത്തിരുത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റേ ക്രിക്കറ്റിൻ്റെ സ്റ്റമ്പൊക്കെ പിടിച്ച് വെച്ചിട്ട് എന്നെ അടിക്കുമെന്നാണ് പറഞ്ഞത്. ഇരുന്നില്ലെങ്കിൽ അടിക്കുമെന്ന് പറഞ്ഞ് എന്നിട്ട് ഒരടി തന്നു, കവലത്തൊരു അടി തന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ചോദിച്ചു, തൊണ്ടവൻ്റെ വെള്ളം ചോദിച്ചപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയിട്ട് വെള്ളം ഒരു ചേട്ടൻ ഇങ്ങനെ പാവല്ലേ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു കുപ്പി വെള്ളം കൊണ്ട് തന്ന്. അങ്ങനെ അത് വേലു എന്ന് പറഞ്ഞാൽ പകുതി കളഞ്ഞിട്ട് വായ തുപ്പി വായിക്കത്തെടുത്ത് തുപ്പിക്കിട്ട് ലാസ്റ്റ് വന്നത് വായ കൊണ്ട് എടുത്തിട്ട് തുപ്പി ഇട്ടാണ് എനിക്ക് കുടിക്കാൻ തന്നത്. ഞാനാണെങ്കിൽ കുടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പകുതി കുടിച്ചിട്ട് തുപ്പാൻ വേണ്ടി വന്നപ്പോൾ തുപ്പിയ അടിക്കുമെന്ന് പറഞ്ഞു, തലയടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞ്. അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി ചെയ്യുന്നു. അജീഷ്, കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ അതിക്രൂര റാഗിങ്ങിന്റെ വാർത്തകൾ കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിടുന്നേ ഉള്ളൂ. സമാനമായി തന്നെ മർദ്ദനം, അതിനോടൊപ്പം തുപ്പിയ വെള്ളം കുടിപ്പിക്കുന്നു, അങ്ങനെ ക്രൂര വിനോദങ്ങളേറെ. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്? 7 വിദ്യാർത്ഥികളെ പോലീസ് നിയമ നടപടി തുടങ്ങിയിട്ടുണ്ടോ? ഇവർ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നിട്ടുണ്ടോ? വിദ്യാർത്ഥികൾക്കെതിരെ കോളേജിന്റെ നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? വിവരങ്ങൾ. സുഹൈലെ, ഫെബ്രുവരി 11 ഇതിനാസ്പദമായ സംഭവം തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ നടക്കുന്നത്. അന്ന് 2 വിദ്യാർത്ഥികളെയാണ് അവിടുത്തെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചത്. 1ാം വർഷ ബയോടെക്നോളജി വിദ്യാർത്ഥിയായിട്ടുള്ള ബിൻസ് ജോസിന്റെ സുഹൃത്തായിട്ടുള്ള അഭിഷേക്, ഈ 2 വിദ്യാർത്ഥികളെയാണ് 7 സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചത്. ആദ്യം അഭിഷേകിനെ തേടിയാണ് ഈ സീനിയർ വിദ്യാർത്ഥികൾ വന്നത്. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ബിൻസിനെയും അവിടുത്തെ SFIയുടെ യൂണിറ്റ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ചും ക്രൂരമായ മർദ്ദനമാണ് നടത്തിയത്. ഈ ബിൻസ് പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ തൻ്റെ ഷർട്ട് വലിച്ചു കീറി നിലത്ത് മുട്ടുകുത്തി ഇരുത്തി, അതിനുശേഷം മുതുകിലും തലയിലും മുഖത്തുമടക്കം മർദ്ദിച്ചു. അതിനുശേഷം വെള്ളം ചോദിച്ചപ്പോൾ തുപ്പിയ കുപ്പിവെള്ളം തനിക്ക് കുടിക്കാൻ നൽകി നിർബന്ധിച്ചു എന്നടക്കമാണ് ബിൻസ് ജോസഫ് പറയുന്നത്. അതിനുശേഷം ഈ വിദ്യാർത്ഥികൾ, ഈ 2 പേരിൽ ഒരാൾ ബിൻസ് കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകി, പിന്നീട് കോളേജിലെ പ്രിൻസിപ്പലിനും പരാതി നൽകി. അന്ന് കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ 7 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. പിന്നീടാണ് ഈ കോളേജ് പ്രിൻസിപ്പൽ ഇത് റാഗിംഗ് ആണോ നടന്നതെന്ന് അറിയാനായി ഒരു പരിശോധന നടത്താൻ തീരുമാനിച്ചത്. ആന്റി റാഗിംഗ് സെല്ല് അതിനുശേഷം അന്വേഷണം നടത്തി. ഈ വിദ്യാർത്ഥികളെയും പരിക്കേറ്റ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷകർത്താക്കളെയും ഈ ആരോപണ വിധേയരായിട്ടുള്ള വിദ്യാർത്ഥികളെയും അടക്കം അവരുടെ മൊഴി രേഖപ്പെടുത്തി, അവരുടെ രക്ഷകർത്താക്കളുടെ മൊഴി രേഖപ്പെടുത്തി, അവിടുത്തെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധനയ്ക്ക് ശേഷമാണ് ഇന്ന് പ്രിൻസിപ്പലിന് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് നൽകിയത്. അതായത് ഫെബ്രുവരി 11 ക്യാമ്പസിനുള്ളിൽ നടന്നത് റാഗിംഗ് തന്നെ എന്നായിരുന്നു ആന്റി റാഗിംഗ് സെൽ നടത്തിയ അന്വേഷണത്തിന്റെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് പ്രിൻസിപ്പൽ കഴക്കൂട്ടം പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ റാഗിംഗ് വകുപ്പ് കൂടി ചുമത്തിയായിരിക്കും പോലീസ് കേസെടുക്കുക. 7 വിദ്യാർത്ഥികൾ ഇവരാണ്: വേലു, പ്രിൻസ്, അനന്തൻ, പാർത്ഥൻ, അലൻ, ശ്രാവൺ, സൽമാൻ. 7 3ാം വർഷ വിദ്യാർത്ഥികൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. രജീഷാണ് വിവരങ്ങൾ നൽകിയത്. 1, 2, 3 വർഷത്തിന്റെ മൂപ്പിൽ അധികാരം സ്ഥാപിക്കലാണ്, പേടിപ്പിക്കലാണ്, തല്ലി അധികാരം സ്ഥാപിക്കുന്ന ഈ പ്രക്രിയയ്ക്ക് അന്ത്യമുണ്ടായേ മതിയാകും.